ഇതങ്ങ് വാങ്ങിച്ചാട്ടെ. എന്തത്? ഒന്നുമില്ല പൂപ്പ, 2 ഷർട്ടും 2 മുണ്ടും വാങ്ങിച്ചാട്ടെ. വേണ്ടായിരുന്നു. വാങ്ങിച്ചോളൂ, ഞങ്ങൾ സന്തോഷമായിട്ട് തരുന്നതല്ലേ. അത് തന്നെ വാങ്ങിക്കാം പൂപ്പ. വാങ്ങിക്കാ പൂപ്പ അങ്ങോട്ട്. വാങ്ങിച്ചാട്ടെ. അപ്പൂപ്പ ചുമ്മാ കരയല്ലേ, പോട്ട് കരയല്ലേ, കരയാൻ പാടണ്ട, കരയല്ല കരയല്ല കരയല്ല, പോട്ട് 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 പോട്ട്. അപ്പൊ സന്തോഷമായിട്ടിരിക്കാനല്ലേ ഞങ്ങൾ ഇതൊക്കെ മേടിച്ചു തന്നെ. സന്തോഷായി മക്കളെ, എൻ്റെ മക്കള് പോലും ഇങ്ങനെ വാങ്ങി തന്നിട്ടില്ല. സന്തോഷായി, ഒരുപാട് ഒരുപാട് സന്തോഷായി. അപ്പൂപ്പോ ഇങ്ങോട്ട് ഇരിക്കുക. പതുക്കെ ഇങ്ങോട്ട് വെച്ചു. മാമ ടീ. അപ്പൂപ്പ ഇനി ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണം കേട്ടോ. അപ്പൂപ്പ എന്തോ ആലോചിച്ചോണ്ടിരിക്കുവോ? അപ്പൊ പോയി എന്താ ആലോചിക്കുക? ഇപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികളുണ്ടല്ലോ എന്ന് ആലോചിച്ച് പോയതാ. ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കില്ല. അപ്പോ നമ്മളെ പരിചയപ്പെട്ടിട്ടുള്ളവരാരും ഇന്നേ വരെ അവരുടെ ജീവിതത്തിൽ നമ്മളെ മറന്നു കാണൂല, അല്ലേ ജി? പിന്നല്ല. അപ്പൊ ചായ കുടി. സന്തോഷമായി മക്കളെ, നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടെന്ന് നല്ല ഭക്ഷണം തന്നു, വസ്ത്രം തന്നു, ഇപ്പോൾ ചായയും തന്നു. അപ്പം ഞാൻ ഇറങ്ങട്ടെ. അയ്യോ പോവാണോ? ഓണം മക്കളെ, നേരെ ഇത്ര ആയില്ലേ, കിടക്കാനേ ഒരു ഇടം കണ്ടുപിടിക്കണം. എന്നെ പോലെയുള്ളവർ സ്ഥലം കയ്യേറിയിട്ടുണ്ടാവും, അതുകൊണ്ട് പോയേ പറ്റൂ. കഷ്ടം, പാവം. ഇതൊക്കെ കേട്ടിട്ട് തന്നെ എന്തോ പോലല്ലേ മോനെ. മാമാ, இந்த கடத்திண்ணையில கிடக்கும்போது கொசு எல்லாம் கடிக்கூல. അവസ്ഥ വന്നാൽ എന്തും അതിജീവിക്കും. ഞാൻ ഇറങ്ങട്ടെ മക്കളെ. അയ്യോ പോലെ അമ്മൂമ്മേ, ഇന്നിവിടെ കിടന്നട്ടെ, നാളെ രാവിലെ പോവാന്ന് പറ. ഇത്രയും സമയമായില്ലേ? അത് തന്നെ, അപ്പൂപ്പൻ ഇന്ന് രാത്രി ഇവിടെ കിടക്കട്ടെ. അത് വേണ്ട മോളെ, അപ്പൂപ്പന് പോകണം. അപ്പൂപ്പ ഇവിടെ കിടന്നിട്ട് നാളെ രാവിലെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. നമുക്ക് എന്തൊരു ബുദ്ധിമുട്ട്? നമുക്ക് ഓരോ ബുദ്ധിമുട്ടില്ല അപ്പൂപ്പ. അപ്പൂപ്പ ഈ സോഫയെ കിടന്നോ, നാളെ രാവിലെ പോയാൽ ഈ സോഫയിലോ? അതിൽ കിടന്ന ഉറക്കം വരില്ല. എന്നാ പിന്നെ ഇവിടെ നമ്മുടെ ദിവാങ്കുട്ടുണ്ട്, ദിവാങ്കുട്ടി കിടന്നു. ദിവാങ്കൂട്ടോ? ഒട്ടും പറ്റില്ല. ഓ അങ്ങനെ അപ്പൂപ്പ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെഡ്റൂം ഉണ്ട്, നമുക്ക് സ്വസ്ഥമായിട്ട് ബെഡിൽ കിടക്കാം. ബെഡിൽ കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഒരു ചണച്ചാക്ക് തന്നാൽ ഞാൻ ഇവിടെ അങ്ങ് വിരിച്ച് കിടന്നോളാം. ചാക്ക് കെട്ടിയാ പോരെ? കേശുവേ, ഒരു ചണച്ചാക്ക് സെറ്റ് ചെയ്ത് കൊടുക്കടാ. ഓ കിട്ടിയാ? പിന്നെ സംഭവം ചേച്ചി, ഇപ്പോഴേ എല്ലാ കടയിലൊന്നും ഇല്ല, പ്ലാസ്റ്റിക് ചാക്ക് മാത്രമേ ഉള്ളൂ. ഒരു വിധത്തിൽ ഒപ്പിച്ച് ഇപ്പഴേ കുറച്ച് പൊടി കാണും. എന്തായാലും നമ്മുടെ അപ്പൂപ്പൻ ചോദിച്ചല്ലേ, നമ്മള് ഒപ്പിച്ചില്ലെങ്കിൽ മോശമല്ലേ? അതെ അതെ, അതുകൊണ്ടാ 2 എണ്ണം എടുത്തേ. നല്ല കാര്യം. എന്നാലും ചേച്ചി, ഈ ചാക്കിൽ തന്നെ കിടക്കണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എടാ, അത് മക്കളൊക്കെ ഉപേക്ഷിച്ച് പോയതല്ലേ. അപ്പൊ ഈ തിണ്ണയിലൊക്കെ കിടക്കാൻ വേണ്ടിട്ടേ പായൊന്നും ചിലപ്പോ കിട്ടി കാണൂല. അപ്പൊ കിട്ടിയത് വല്ല ചാക്കുമായിരിക്കും. ചാക്കിൽ അങ്ങനെ കിടന്ന് കിടന്ന് ശീലായി കാണുമായിരിക്കും. പാവല്ലേ? ആന്നേ. അയ്യോ അമ്മ, സീക്കിരം വാങ്ങളെ. കേസു അമ്മ, അമ്മ, അയ്യോ ഡേ കേസു, ഡേ കേസു എഴുന്നേറാ. അയ്യോ അമ്മ, അമ്മ, അമ്മ കഥ തുറമ്മ. അയ്യോ ഡേ കേസു ഇങ്ങ വാടാ. അയ്യോ ഓ മെതുപോ, എഴുന്നേറ്. എന്താ 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 കാര്യം പറ. അയ്യോ ലച്ചു, ഗൗരി സീക്കിരം വാ. കാര്യം പറയാനായാലും എന്തിനാണ്? எல்லாமே போச்சுடா. എന്താ? ஒண்ணுமே காணோம். ஒண்ணுமே
ஒண்ணுமே காணண்டா கிச்சன்ல. பாத்திரம் இல்ல, ஸ்பூன் இல்ல, கிளாஸ் இல்ல, மல்லித்தூள் இல்ல, மிளகாத்தூள் இல்ல, ஒண்ணுமே காணோம். இண்டக்ஷன் குக்கர் வேற இல்லடா. பாரு, உன்னோட பிஸ்கெட் இல்ல, பன் இல்ல, பிரெட் இல்ல, ஒண்ணுமே இல்ல. எதுக்கு நேத்துக்கு நான் ஆட்டி வச்ச மாவு இருக்குல்ல, அது கூட அங்க காணோம். ஐயோ റൂമ് നോക്ക്, സാധനങ്ങളുണ്ടാവുന്നു. ചാച്ചി എന്താ കാണാനില്ല? അവിടെ ഒന്നും കാണാനില്ല, അടുക്കളയിലൊന്നും ഒന്നുമില്ല. അയ്യോ അയ്യോ അയ്യോ, എന്റെ പൈസ പോയി. ഞാൻ ഉലുവാപാത്രത്തിലും മല്ലിപ്പാത്രത്തിലും ഒക്കെ ഇട്ട് വെച്ചിരുന്ന പൈസ മൊത്തം പോയി. എല്ലാം കൂടെ ഒരു 10,000 രൂപ ഉണ്ടായിരുന്നു. അയ്യോ, അങ്ങനെ തന്നെ വേണം. ഞാൻ ഐസ്ക്രീം മേടിച്ചാലെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പൈസ ഇല്ലായിരുന്നല്ലോ. അനുഭവിച്ചോ? അതെ, എന്റെ റൂമിൽ ഒന്നും പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു എന്റെ റൂം ലോക്കായോണ്ടായിരിക്കും. ഈ റൂമിൽ ലോക്കായിരുന്നില്ലേ? അയ്യോ പോയി, എന്താ മെർലിൻ പോയി, മെർലിനെ കൊണ്ടുപോയി. അവളെപ്പോ നിന്റെ റൂമിൽ വന്ന്? അതല്ല, ഇവിടെ കനകാന്റെ അന്ന് എനിക്ക് ഗിഫ്റ്റ് തന്നില്ലേ, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണ മെർലിൻ, അതിനെ പോയി, അത് കാണാനില്ല. ஐயோ என்னோட கிஃப்ட். ഡോർ തുറന്നാ കിടന്ന്. എവിടെ? ഇവിടെ ഫ്ലവർ വേസ് എവിടെ? ഞാൻ ആദരവ് കൊടുക്കാൻ വെച്ചിരുന്ന ഫ്ലവർ വേസ് ആണ്. എവിടെ പൊട്ടുപൊടിയും മാത്രം ഇരിക്കണത്. എന്റെ ബുക്കും ബാഗും പോയി. അപ്പൊ എനിക്ക് എന്റെ സ്കൂളിൽ പോകണല്ലോ. അതും കാണാനില്ലേ? പോലീസിനെ അറിയിച്ചാലോ? പിന്നെ പോലീസിനെ വിളിക്കണ്ടേ? വിളിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അപ്പൂപ്പൻ പോയ? അപ്പൂപ്പൻ അവിടെ തറയിൽ കിടന്നുറങ്ങുന്നു. ഇല്ലേ, ഞാൻ ശ്രദ്ധിച്ചില്ല. നീ ശ്രദ്ധിച്ചില്ലേ? ഞാൻ ശ്രദ്ധിച്ചേക്ക് ചോദിക്കൂ. ചോദിക്കോ? നില്ലേ അപ്പൂപ്പനെ കാണാനില്ല. അപ്പൂപ്പനും കള്ളം കൊണ്ടുപോയാ? എടി, അപ്പൂപ്പനെ കാണാനില്ല, അപ്പൂപ്പന്റെ കയ്യിൽ കൊടുത്ത ചാക്കം കാണാനില്ല, ഈ റൂമിലൊരു തേങ്ങയില്ല. ലച്ചേച്ചേ, പണി കിട്ടി. പ്രസിഡന്റ്, അസോസിയേഷൻ പ്രസിഡന്റ്. ഹലോ പ്രസിഡന്റ്. ഒന്നുമില്ല, പറഞ്ഞോ, എന്ത് പറ്റി? ഓ കണ്ടായിരുന്നു. ആണോ? ഓ പ്രസിഡന്റ്, നമ്മൾ സൂക്ഷിച്ചോളാം. നമ്മൾ അടുപ്പിക്കൂല. ആ ശരി. എന്താടാ? എന്റെ പൊന്നമ്മൂമ്മ, പ്രസിഡന്റ് ഇപ്പൊ എന്തോ പറഞ്ഞെന്നറിയോ? താടിയും മുടിയൊക്കെ വളർത്തിയിട്ട് ഒരു വയസ്സായ പുള്ളി ഇവിടെ കിടന്ന് കറങ്ങണുണ്ട്. ആ പുള്ളിയായിട്ട് ഒരു രീതിയിലുള്ള കണക്ഷനും പാടില്ലെന്ന്. കാരണം എന്താ? അങ്ങേരെ ഭൂലോക കള്ളനാ. സ്വന്തം വീടിന്റെ ആധാരം മോട്ടിച്ചോണ്ടി പടം വെച്ച ടീമാണത്. പേരെന്തെന്ന് പറഞ്ഞേ? ലച്ചു. അങ്ങേരുടെ പേരെന്തെന്ന് പറഞ്ഞേ? ആദികേശവൻ. അങ്ങേര് ബാബു, കള്ളൻ ബാബു. പേര് കേട്ട കള്ളനെയാണ് വീട്ടിൽ വിളിച്ചോണ്ട് വന്നത്. എന്റെ ദൈവമേ, ഇത് എന്തൊരു ലോകമാണിത്. ഒരാൾക്കൊരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചാൽ ആദ്യം സമ്മതിക്കൂലേ? ദാനവും ധർമ്മവും ഒക്കെ നല്ലത് തന്നെ, പക്ഷെ പാത്രം അറിഞ്ഞു വേണം ഭിക്ഷ കൊടുക്കാൻ. അതെ, അർഹിക്കുന്നവർക്ക് ചെയ്യാൻ പാടുള്ളൂ. அம்மா, நீங்க பாத்திரம் சொன்னப்பதான் நம்ம சாய பாத்திரம் കാണല അങ്ക. എന്തൊരു കഷ്ടാണ്. വന്നു ഒരു മനുഷ്യനെ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയല്ല ലച്ചു, ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. പക്ഷെ എല്ലാത്തിനും ഒരു ശ്രദ്ധ വേണം. ഇത് നമുക്കൊരു പാഠമായിരിക്കണം. അപ്പോ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ബുക്കും ബാഗും പോയ സ്ഥിതിക്ക് സ്കൂളിൽ പോകണ്ടല്ലോ. അപ്പൊ ഗുഡ് മോർണിംഗ്.